സ്വന്തം പാർട്ടി ഭരണകക്ഷിയായി മാറിയതോടെ NCP സംസ്ഥാന പ്രസിഡന്റ് ഉഴവൂർ വിജയനെ തമാശ പറച്ചിൽ ആകപ്പാടെ നിന്നിരിക്കുകയാണ്. എന്നാൽ ഭരണത്തിലിരിക്കുന്ന മന്ത്രി ശശീന്ദ്രനെ ട്രാൻസ്പോർട്ട് കമ്മീഷണർ ടോമിൻ തച്ചങ്കരി കുഴപ്പത്തിലാക്കുന്നു എന്ന് കണ്ടപ്പോൾ ആ നിമിഷം ഇടപെട്ട് കളഞ്ഞു. പ്രസ്താവന ഇറക്കി, സമരം ചെയ്തു. അങ്ങനെ തച്ചങ്കരിയെ പെരുവഴിക്കാക്കി. ഒരാളെ ഈ നിലയിൽ ആക്കിയതോടെ ഉഴവൂരിന് നല്ല ആഹ്ലാദം രൂപപ്പെട്ടു. പിറന്നാളിന് ലഡു വിതരണം ചെയ്ത് കുഴപ്പത്തിൽ ചാടിയ തച്ചങ്കരിയോട് ലഡുവിന്റെ ജന്മം കടപ്പെട്ടിരിക്കുന്നു അത്രേ. ഇത്രയും തന്നെ പ്രശസ്തനാക്കിയതിന്. ലഡു ആണല്ലോ ഒരു പ്രധാന സാധനമായി മാറിയിരിക്കുന്നത്. ഇവിടെ സാറ് പറഞ്ഞ പോലെ തച്ചങ്കരിയാണെങ്കിലും ലഡുവിലൂടെയാണ് അദ്ദേഹം പ്രശസ്തനായത്. ലഡുവിൻ്റെ ജീവിതത്തിൽ ഇതുപോലെ ഒരു പ്രചരണം കിട്ടിയ സംഭവം ഇതിനു മുമ്പായി ഉണ്ടായിട്ടില്ല. ഞാൻ തച്ചങ്കരിയോട് തന്നെ ചോദിച്ചു, ഈ ലഡു കമ്പനിയുമായി എന്തെങ്കിലും കമ്മീഷൻ വ്യവസ്ഥയിൽ എന്തെങ്കിലും ഏർപ്പാട് ഉണ്ടാക്കിയോ, അല്ലെങ്കിൽ ലഡുവിന് ഇത്രയേറെ പ്രാധാന്യം കിട്ടത്തക്ക രീതിയിൽ എങ്ങനെ ഇത് കൈകാര്യം ചെയ്തു? തച്ചങ്കരിയെ ഓടിക്കാനുള്ള നീക്കം പക്ഷേ അപ്രതീക്ഷിത വിജയം കൈവരിച്ചതോടെ ഉഴവൂർ വിജയൻ പൂർവാധികം ശക്തനായി. തച്ചങ്കരിയുടെ വീഴ്ച മാത്രമല്ല, ഏറ്റവും ഒടുവിൽ KM മാണിയുടെ വീഴ്ചയും എന്തൊരാഹ്ലാദമാണ് ഉണ്ടാക്കിയത്. ഞാനൊരു വലിയ ബാലകൃഷ്ണപിള്ള സാറിനെ പോലെയൊന്നുമുള്ള ഒരു വലിയ ദൈവവിശ്വാസിയൊന്നും വലിയ ദൈവഭക്തനൊന്നുമല്ല. പക്ഷെ ഇപ്പം ഞാൻ കടുത്ത ദൈവവിശ്വാസിയായി മാറിയിരിക്കുകയാണ്. പ്രയാർ ഗോപാലകൃഷ്ണൻ പ്രസിഡന്റ് ആയതുകൊണ്ടല്ല ഞാൻ ദൈവവിശ്വാസിയായത്. ഈ ചെയ്തൊക്കെ ഈ മുൻ മന്ത്രിമാരായിട്ടിരുന്നിട്ടുള്ളവർക്കിട്ടൊക്കെ ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ദൈവമുണ്ട് എന്ന ഒരു വിശ്വാസം കൂടുതലായി അനുദിനം വന്നുകൊണ്ടിരിക്കുകയാണ്. മാണിയെ പോലെ തന്നെ നിശബ്ദനായി നിൽക്കുകയാണ് സാക്ഷാൽ വെള്ളാപ്പള്ളി നടേശൻ. നടേശഗുരു ഉണ്ടാക്കിയ BDJSന്റെ സ്ഥിതി എന്താണ്? BDJSന് ഒരു ബീഡി വാങ്ങാൻ പോലും ഗതിയില്ലാതായില്ലേ? BDJSനെ കുറിച്ച് പറഞ്ഞു. ഇപ്പോൾ ഒരു ബീഡി പോലും വലിക്കാൻ നിവൃത്തിയില്ലാതെ നടക്കുകയാണ്. നമ്മൾ ഒന്ന് ആലോചിച്ച് നോക്കിയ വെള്ളാപ്പള്ളി എങ്ങനെ ഇരുന്ന മനുഷ്യനാണ്. BJP ആണെങ്കിൽ വെള്ളാപ്പള്ളിക്കും മകനും നൽകാമെന്ന് പറഞ്ഞ കേന്ദ്ര പദവികൾ ഒന്നും കൊടുത്തില്ല. അക്ഷരാർത്ഥത്തിൽ പറ്റിച്ചു കളഞ്ഞു. പിന്നെ എങ്ങനെ BDJS ഒരു ബീഡി വാങ്ങിക്കും? ഇപ്പോഴാണെങ്കിൽ വെള്ളാപ്പള്ളിയെ വിട്ടുകളഞ്ഞ അവസ്ഥയുമാണ്. മാണി അഴിമതിക്കാരനും കേസിനെ നേരിടുന്നയാളും ഒക്കെ ആയിട്ടും കേരള കോൺഗ്രസിനെ വിടാതെ പിടികൂടിയിരിക്കുന്നു. കേരള കോൺഗ്രസ് മഹത്തായ പാർട്ടിയാണ്, കൂടെ വന്നാൽ കൂടെ കൂട്ടിക്കളയും എന്ന് കുമ്മനം ഇന്നും പറഞ്ഞു കഴിഞ്ഞു. കുമ്മനത്തെ മാണി തുണക്കട്ടെ. അപ്പോൾ ഇന്നത്തെ നേരമാകുന്നു. അവസാനമായി പ്രധാന കുത്തിത്തിരിപ്പുകൾ ഒരിക്കൽ കൂടി. സ്വാശ്രയ മെഡിക്കൽ പ്രവേശനം ഇങ്ങനെ കുളമാക്കിയതിന് ആരോഗ്യമന്ത്രിക്ക് മുഖ്യമന്ത്രിയുടെ അഭിനന്ദനം. വ്യത്യസ്ത രീതിയിൽ ചർച്ചയും തീരുമാനവും കൈക്കൊള്ളുന്ന ശൈലജ ടീച്ചർ താരമായി. ഇതിന് മുഴുവൻ ഉത്തരം പറയണം. എന്താ പ്രശ്നം? എന്താ കണ്ണുകൊട്ടാണോ? കണ്ടിട്ട് മനസ്സിലാവുന്നില്ലേ? താനാ ഇതിനെ ഇവിടെ കൊണ്ടുവിട്ടത്? തമ്പുരാട്ടി, ഞാൻ നിൽക്കല്ലേ, അങ്ങോട്ട് ചോദിക്കും. എന്താ ഉണ്ടായത്? എൻ്റെ ഏറ്റവും വലിയ വിഷമം ഈ അലോട്ട്മെന്റിനുള്ള സമയം നീണ്ടുപോകും തോറും രക്ഷിതാക്കൾക്കും കുട്ടികൾക്കും ഉണ്ടാകുന്ന പ്രയാസം മാത്രമാണ് ഈ കാര്യത്തിൽ. ഞാൻ വേറെ ഒന്നും ചെയ്തില്ല, ഇത്രേ ചെയ്തുള്ളൂ. ഇങ്ങനെ ബഹളം വെക്കുന്നത്. എല്ലാ പ്രശ്നങ്ങളിലും തീരുമാനമുണ്ടാക്കാൻ G സുധാകരൻ. റോഡിലെ കുഴി അടച്ചില്ലെങ്കിലും നിലവിളക്കിന്റെ കാര്യത്തിൽ തീരുമാനമുണ്ടാക്കും. മുതലാളി, നമുക്കൊരു തീരുമാനം ഉണ്ടാക്കാം. എന്ത് തീരുമാനം? നമ്മൾ നേരെ പഞ്ചാബി ഹൗസിലേക്ക് ചെല്ലുന്നു. എന്നിട്ട് മര്യാദക്ക് ബോട്ട് വിട്ട് തരാൻ പറയുന്നു. എന്നിട്ട് അപ്പൊ ഒരു ബോട്ട് വിട്ട് തരില്ല എന്ന് പറയുന്നു. അപ്പൊ ഒരു തീരുമാനമായില്ലേ? മന്ത്രിമാരുടെ മികച്ച നേട്ടങ്ങളിൽ ആഹ്ലാദം പ്രകടിപ്പിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ അന്തം വിട്ട ഭരണമാണ് രാജ്യമെങ്ങും വേണ്ടതെന്നും മുഖ്യമന്ത്രി. എന്തത് പാടത്ത് കോലയിട്ട് നിൽക്കാൻ പോണോ? കോലോ? ഇത് കംപ്ലീറ്റ് വാടകയ്ക്ക് എടുത്തതാ. ഇത് ഗ്ലാസ് വാങ്ങിയപ്പോ ഇതിനോടൊപ്പം ഫ്രീ കിട്ടിയതാ. 13 രൂപയായി, കാശ് നോക്കില്ല. അയ്യേ, ഇവനാണോ പരിഷ്കാരം എന്ന് പറയുമ്പോ ഇതൊരു മാതിരി. കേരള കോൺഗ്രസ് കായും ബായും ഒരുമിക്കുന്നു. ബാലകൃഷ്ണപിള്ളയെ ലോക പണക്കാരുടെ പട്ടികയിൽപ്പെടുത്തണമെന്ന് സ്കറിയ തോമസ്. ഇനിയുള്ള കാലം പിള്ളച്ചേട്ടന്റെ കുടിയാനായി കഴിയും. ഞാനൊരു സകലകലാ വല്ലഭനാണെന്നും സൽഗുണ സമ്പന്നനാണെന്നും അംബാനിയേക്കാൾ വലിയ കോടീശ്വരനാണെന്നും നീ പൊക്കിയടിക്കണം. തൊഴിലില്ലാതോ പണമില്ലാതോ തെണ്ടി നടന്നവനല്ല. അംബാനിക്കൊപ്പം പണക്കാരനാണ്. അംബാനിയേക്കാൾ. ഓ, ഇത്തവണത്തെ ഇയറിലെ കണക്കുണ്ട്. അതെ, അംബാനിയേക്കാൾ മേലെ പണക്കാരൻ. അന്നത്തെ കേരളത്തിലെ കോടീശ്വരന്മാരിൽ ഒരാള്. കൊക്കുകൾ ചേർത്തു, ചിറകുകൾ ചേർത്തു. CPIയെ ശരിപ്പെടുത്താൻ M സ്വരാജ്, സ്വരാജിനെ തിരിച്ച് ശരിപ്പെടുത്തുമെന്ന് CPI. അത് പിന്നെ അവൻ അഹങ്കാരിയാണ് ആശാനെ. പുകഞ്ഞ കൊള്ളി പുറത്ത് എന്ന് പറഞ്ഞ് കയ്യും കെട്ടി കുലം കുത്തികളെ വെച്ച് പൊറപ്പിക്കുന്നത് എൻ്റെ ശൈലിയല്ല. അവൻ്റെ ഒരു കൈ ഇന്ന് രാത്രി ഡാമിലെ ചെമ്പല്ലികൾ തിന്നിരിക്കണം. ആശാനെ, അത് വേണോ?
അവനെ ഒന്ന് പേടിപ്പിച്ചു വിട്ടാ പോരെ. കൈവെട്ടില്ലെങ്കിൽ ചെമ്പല്ലിക്ക് കൈ തിന്നാൻ പറ്റൂടാ. ഹക്കീമേ, സഖാവ് വീട്ടി ഒന്നോർക്കണം, നിന്നെ പോലുള്ള പരൺമീനുകൾ നീന്തി നടക്കുന്ന ക്യാമ്പസ് രാഷ്ട്രീയം എന്ന ചെറുതോടല്ല ഇത്. കത്തിക്കാൻ നിലവിളക്ക് കിട്ടിയാലും ഇല്ലെങ്കിലും ഡെമോക്രസി നാളെയും ഇവിടെ തന്നെ കാണും. ഇന്നത്തേക്ക് വിട. നന്ദി, നമസ്കാരം.